സംസ്ഥാനത്തെ വ്യാപാരികൾ എന്തിനാണ് സമരം നടത്തുന്നത്? വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കടയടപ്പ് സമരം നടത്തി. തിരുവനന്തപുരത്ത് മഹാറാലി സംഘടിപ്പിച്ചു. 5 ലക്ഷം പേർ ഒപ്പിട്ട ഭീമഹർജി മുഖ്യമന്ത്രിക്ക് കൈമാറി. എന്തൊക്കെയാണ് സംസ്ഥാനത്തെ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ? വീടിനടുത്തുള്ള കട, കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ടൗണിലെ ചന്തയിലുള്ള കച്ചവട കേന്ദ്രങ്ങൾ, ഇതൊക്കെ പ്രതിസന്ധിയിലാണ്. GST അടയ്ക്കുന്ന 14 ലക്ഷത്തോളം വ്യാപാരികളുണ്ടെന്നാണ് കണക്ക്. കോർപ്പറേറ്റ് ശൃംഖലകളുടെ കടന്നുവരവോടെ പരിങ്ങലിലായ ചെറുകിട വ്യാപാര മേഖല പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത് കോവിഡ് കാലത്തിന് ശേഷമാണ്. 2 വർഷത്തോളം പലവട്ടം പൂട്ടിയിടലുകൾ നേരിട്ടതിൽ 20,000-ഓളം കടകൾ പിന്നീട് തുറന്നതേയില്ല. രാജ്യത്തെ നിയമം ചെറുകിട മേഖലയിലെ കുത്തകകളെ, വലിയ കോർപ്പറേറ്റുകളെ കടത്തിവിട്ടുകൊണ്ട് നമ്മുടെ വ്യാപാരം തകർക്കുന്നു, നമ്മളെ കച്ചവടം ഇല്ലാതാക്കുന്നു, നമുക്ക് ഒരു തരത്തിലുള്ള പ്രോഫിറ്റ് ഇല്ലാതാക്കുന്നു, നഷ്ടത്തിൽ പോകുന്നു, ആത്മഹത്യകൾ കൂടിക്കൂടി വരുന്നു, വ്യാപാര സ്ഥാപനം ഉപേക്ഷിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1 ലക്ഷത്തിലധികം കടകൾ പൂട്ടിപ്പോയി. ഈ പൂട്ടിയ 1 ലക്ഷം ആളുകളും ആദ്യം ചെയ്തത് അവന്റെ വീടും വസ്തുവും വിറ്റതിന് ശേഷമാണ് അവൻ പൂട്ടിപ്പോയെന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ഇന്നവർ വഴിയോരങ്ങളിലാണ്, ബന്ധുമിത്രാദിയുടെ വീടുകളിലാണ്. ഈ രാജ്യത്ത് കിടപ്പാടമില്ലാത്ത ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ചെറുകിട സംരംഭകരാണ്. ഇപ്പോൾ ഓൺലൈൻ ആപ്പ് വഴിയുള്ള റീറ്റെയിൽ ട്രേഡിംഗ് ശക്തമാണ്. ഉപയോക്താക്കളെ സംബന്ധിച്ച് അത് സൗകര്യപ്രദവുമാണ്. പക്ഷേ ചെറുകിട ഇടത്തരം വ്യാപാരികൾ നേരിടുന്ന നിയമനൂലാമാലകളോ നികുതി ഭാരമോ ഓൺലൈൻ ശൃംഖലയ്ക്കില്ല. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ട്രേഡേഴ്സിന് 5 സെസ് ഏർപ്പെടുത്തി വ്യാപാരി സംരക്ഷണ നിധി ഉണ്ടാക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. പഞ്ചായത്തിലെ 12 ആവശ്യങ്ങൾ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ലൈസൻസ് തരൂ എന്ന് പറയുന്ന പഞ്ചായത്ത് എങ്ങനെയാണ് അവർ പറയുന്ന ഈ 12 ആവശ്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുക? എല്ലാ റൂമുകളിലും ടോയ്ലറ്റുകൾ വേണമെന്ന് പറയുന്നു. എന്തിനാണ് ടോയ്ലറ്റ് ഇത്ര അധികം? സാധിക്കുമോ നമ്മുടെ കടകളിലേക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ? അത് നമുക്ക് ഉപയോഗിക്കണം, പുറത്തുനിന്ന് വന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ സൗകര്യം വേണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ സമ്മതിച്ചുകൊണ്ട് ചെയ്യാമെന്നേറ്റതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് മാത്രമേ ഈ ലൈസൻസ് തരൂ എന്നാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വാറ്റ് കുടിശ്ശികയ്ക്ക് സമാശ്വാസ പാക്കേജ് വേണം, വ്യാപാരി വകുപ്പ് രൂപീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഏകോപന സമിതി മുന്നോട്ട് വെക്കുന്നു. പ്രധാന കമ്പോളങ്ങളടക്കം വാർഷിക വിറ്റുവരവിൽ കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും രക്ഷാ പാക്കേജ് ഉണ്ടായില്ലെങ്കിൽ മേഖല തകർന്നടിയുമെന്നുള്ളതിൽ സംശയം വേണ്ട.